വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കെന്നാ നമ്മുടെ വേൾഡിലെ 3-ാമത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് പണിയെടുക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്, നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പം വേണ്ട വേറെ സ്ഥലത്തു നിന്നാണ് വന്നത്. സോ നമുക്കിന്ന് കുറച്ച് എക്സ്പ്ലോറേഷൻ ഒക്കെ ഉണ്ട്. ആൻഡ് കുറച്ച് പന്നിക്കുട്ടികളെ പിടിച്ചൊരു കൂട്ടിലാക്കാൻ പറ്റുമെന്ന് നോക്കണം. ആൻഡ് ഇതിൽ ഒരുത്തനെ അത് വേണ്ട, അതിൽ സാഡിലില്ല ഗൈസ്. എനിക്ക് പിന്നെ ഇന്ന് ഈ മലയുടെ മേളിലൊന്ന് കയറി നോക്കണം ഗൈസ്. സോ അത് നമുക്കൊന്ന് കയറാം. എൻ്റെ എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് കുറവാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് പെട്ട ഡിസ്റ്റൻസ് റെൻഡർ ചെയ്യാനുള്ളൂ. ശരി, നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഡാമേജ് ഒന്നും പറ്റാതെ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതെനിക്കൊന്നൊരു ഷോറാന്ന് തോന്നുന്നില്ല, ഇവിടെ ഒരു നദിയാന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ഹോളി ബ്രോ. സവാന പ്ലെയിൻസ്, അതിൽ പ്ലെയിൻസിൽ കിട്ടുന്ന മിക്ക അതായത് നമ്മുടെ ബ്രിഡ്ജും കിട്ടും, ഓക്കും കിട്ടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ജംഗിൾ ലോഗ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഓ ദിസ് സീഡ് ഈസ് ഗുഡ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇച്ചിരി കൊള്ളത്തില്ലെന്നൊക്കെയാണ്, ബട്ട് കൊള്ളാം ഗൈസ്, നല്ല സീഡാണ്, ഇഷ്ടപ്പെട്ടു. നീ മല ഇറങ്ങണം. ഇപ്പൊ ഇത് നമ്മളൊരു ഫസ്റ്റ് ബേസ് ആയിട്ട് ഞാൻ കൂട്ടുന്നു ഗൈസ്, അല്ലാതെ ഞാനാണെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ പ്രോപ്പർ ബേസ് സെറ്റ് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ ഒരു പ്ലാൻ ഇല്ല. ഇനിയും ഇതിന് നമുക്ക് നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇതന്നെ ഇൻവെന്ററി എടുക്കുക. നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടൊരു കുഴി എടുക്കാം. ദൈവമേ, നല്ല സ്ഥലമായിരിക്കണേ. താഴോട്ട് വരുമ്പോൾ തന്നെ 10 ഇന്ത്യയിൽ ഡയമണ്ട് കിട്ടണേ, 10 സ്റ്റാക്ക് ഡയമണ്ട്. ചുമ്മാ ഗൈസ്, അതൊന്നും കിട്ടത്തില്ല. എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാവുള്ളൂ ഗൈസ്. ഞാൻ കുറച്ച് സ്റ്റോൺ ഒപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാം ഗൈസ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോണേജ്. റിസോഴ്സ് മുഖ്യം ബിഗിലേ, അറിയത്തില്ല. സോ റിസോഴ്സ് വേണം. യു ഗൈസ്, അയൺ അരസ്റ്റാക്കിന് വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഗൈസ്. അരസ്റ്റാക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. റീസ്പോണൊക്കെ സെറ്റല്ലേ. ആൻഡ് ഈ ഒരു സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് ഇവിടെ എടുക്കുക ഒരു പിക്കാക്സ്, എന്നിട്ട് ഗെറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡ് സ്റ്റോണേജ് ഒന്ന് അടക്കി കൊടുക്കും. ദൈവമേ, ഒരു 10 സ്റ്റാക്ക് ആയ ഫുൾ ആർമർ സെറ്റ് ചെയ്യാനുള്ള പ്ലീസ്. അയ്യേ, എന്ത് സ്ഥലവടാ. ശേ, ഞാൻ പ്രതീക്ഷിച്ചു പോയി. ഉണ്ട്, മറ്റേ വെയിൻ പോലത്തെ എന്നെ ചുമ്മാ മൈൻക്രാഫ്റ്റ് പറ്റിക്കാണ് സീരിയസ്ലി. ആൻഡ് നമുക്ക് ഇവിടെ ലൈസൻസ് കൂട്ടാൻ തോന്നുന്നു. നമുക്ക് അപ്പുറത്ത് അങ്ങോട്ട് ഒരു പ്ലെയിൻസ് പോലെ ഒരു ചെറിയ സംഭവം നമ്മൾ കണ്ടില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. അല്ല, ഇവിടെ നല്ല സ്ഥലമായിരുന്നു ഇച്ചിരി അങ്ങോട്ടൊന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. നല്ലൊരു പോണ്ട് ഉണ്ട് ഇതൊക്കെ. ഓക്കെ ഗൈസ്, ഇത് നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ തന്നെ ഒരു വീടങ്ങ് വെച്ചാലാ. ഇന്നല്ല, വരുന്ന വീഡിയോയിൽ ഗൈസ്. ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്? ഓ, ആ റിവർ ഇങ്ങനെ വന്നു. നല്ലൊരു ജനറേഷൻ ആണ് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അതിനുള്ള റിസോഴ്സ് ഒക്കെ വേണം. അതിന് നമുക്ക് ജംഗിൾ ലോഗും കുറച്ച് ഐറ്റങ്ങളൊക്കെ വേണം. എന്താണ് അവിടെ പരിപാടി? കൊണ്ടില്ല. മറിക്ക് നമ്മുടെ സെറ്റപ്പ് ഒക്കെ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ തന്നെ കിട്ടിയിട്ട് നൈറ്റ് ആവുന്നു. ആ സമയം കൊണ്ട് നമുക്കൊരു നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ദെൻ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് നമുക്ക് കിട്ടിയ അയൺ ഒന്ന് കുക്ക് ചെയ്യാൻ നോക്കാം. കുക്കാവുമായിരിക്കും. ഫുൾ സ്റ്റിക്ക് വെക്കണ്ട ഗൈസ്, നമ്മുടെ പിക്കാക്സ് വെക്കാം. 2 ലോഗ് കിട്ടിയിട്ടുണ്ട്. 5 ആട്. ഫുഡ് കഴിക്കട്ടെ. ഇൻവെന്ററി ഒക്കെ പോയ എന്നിട്ട്
പ്ലാങ്ക്, 2 ആക്സ് സെറ്റ്. ഓക്കെ ഗൈസ്, നമുക്കിനിയും ഞാൻ കുറച്ച് വുഡൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് കാണാം. ഗൈസ്, ഇവിടെ ഒരു ലാവ പൂളും ഉണ്ട്. ഓക്കെ, അയ്യോ ഇപ്പൊ ഞാൻ ലാവ ചെന്നതാണ്. ഓക്കെ, നമുക്കത് പിന്നീട് യൂസ് ആവും നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു സ്റ്റാക്ക് എന്താ നമ്മുടെ ഓക്കും 1 സ്റ്റാക്ക് ബ്രിഡ്ജും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ബേസിലേക്ക് തിരിച്ചു പോകാം. നൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ നൈറ്റ് ആവാൻ തോന്നുന്നില്ല. 2 സ്റ്റിക്ക് എടുക്കട്ടെ. 2 സ്റ്റിക്ക്, 2 കോബിൾ സ്റ്റോണ് ഇവിടെ എടുക്കുക. ആൻഡ് ദിസ് വൺ. ഓക്കെ, അല്ല കുഴപ്പമില്ല. വാ, നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന ബ്രെഡ് പോയതാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ചെറിയ ഫാമിംഗ് സെറ്റപ്പ് നമുക്കിവിടെ ചെയ്ത് വെക്കാം. ഇവിടെ ഇരുന്ന് അത് വളർന്നോട്ടെ ഗൈസ്. ആൻഡ് നമുക്ക് ഈ ഇപ്പുറത്തോട്ട് ഷുഗർ കെയിൻ്റെ കൂടെ ഒരു ചെറിയ ഫാം സെറ്റാക്കാം ഗൈസ്. ഷുഗർ കെയിന് നമുക്ക് ഇച്ചിരി വേണം ഗൈസ്. സോ അത് നമുക്ക് സെറ്റാക്കണം. അത് ഇന്ന് തന്നെ സെറ്റാക്കാം ഗൈസ്. അല്ല, ഹായ്, യെസ്. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് അതൊക്കെ നടാം ഗൈസ്. എന്ത് ജസ്റ്റ് ഇന്ന് 44 ഷുഗർ കെയിൻ ഉണ്ട്. പിന്നെ ഇത് വീറ്റ് സീഡ് എനിക്കറിയില്ല യൂസ് ഉണ്ടോന്ന്. നമുക്ക് ബീട്രൂട്ട് നമുക്ക് നട്ടു നോക്കാം. ബീട്രൂട്ട് ഇച്ചിരി യൂസ് കാണും. ബീട്രൂട്ട് ഇവിടെ ഇങ്ങനല്ലേ. നമുക്ക് അടുത്തൊരു അഡ്വാൻസ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. CD പ്ലേസ്. ഇനിയും വീറ്റ് സീഡ് ഇവിടെ. ഇനി ഒരു മെലൻ സീഡ് ഉണ്ട്. ഒരു മെലൻ സീഡ് അല്ലേ, ഒരു മെലൻ സീഡ്. എന്നിട്ട് ഇച്ചിരി ഇങ്ങോട്ട് മാറി നമുക്കിവിടെ ഷുഗർ കെയിനൂടെ ഫാം ചെയ്യാം ഗൈസ്. കാരണം നമുക്കത് യൂസ് ആവും. പിന്നീട് പേപ്പറിൻ്റെ ഇവിടെ ഫാം ചെയ്യാൻ പറ്റാതെ. ഫ്രണ്ടിൽ വെള്ളം വേണം തോന്നിയാ. ഇങ്ങോട്ട് മാറി അതിൻ്റെ ഗ്രാവലൊക്കെ ഒന്ന് പൊട്ടിക്കാം. പിന്നെ ഫ്ലിൻറ്റും കിട്ടും ഗൈസ് ഗ്രാവൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ. സോ അത് നമുക്ക് യൂസ് ആവും. ആൻഡ് ഇച്ചിരി സമയം എടുക്കും ഗൈസ്. ദിസ് ഈസ് മാഡ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അയൺ ഉണ്ടായിരുന്നു. നമുക്കൊരു വാട്ടർ ബക്കറ്റ് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഇരിക്കട്ടെ ഗൈസ്, ആവശ്യം വരും. ഇത്രയും മതി. ഇതിൻ്റെ ഇത്രയൊക്കെയുള്ള ആവശ്യം വരത്തുള്ളൂ നമുക്ക് ഗൈസ്. ഇതന്നെ വളരുമ്പോഴത്തേക്ക് 10 അര സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടും. ഇതല്ല, ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ട, അര സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടും. എന്നിട്ട് ഒരു ഇതെടുത്ത് ഒരു ലാഡർ വേണ്ട, സ്റ്റിക്ക് മതി. ലാഡർ വേണ്ട, സ്റ്റിക്കാണ് യൂസ് എന്ന് തോന്നുന്നു. അതെ, അല്ലല്ല ലാഡറാന്ന് തോന്നുന്നു. അതെ, ഒരു പിന്നെ ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കി. എന്നാലും കുഴപ്പമില്ല. ഒരു ലാഡർ ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ അല്ല, അയ്യോ ഇതിവിടെ. ഓക്കെ, ഇനിയും പെട്ടെന്ന് തന്നെ ചാർക്കോൾ ആവുമെന്നാണ് തോന്നുന്നത്. അതെ, നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ റെസിപ്പി ബുക്കൊന്നും ആരും യൂസ് ചെയ്യാറില്ല സീരിയസ്ലി. എന്ത് കിട്ടിയ ചാർക്കോൾ വെയിറ്റ് 5-6 വെയ് ഇങ്ങോട്ട്. ഇത് മൊത്തം കോൾ ഉണ്ടാക്കാനാണ്. എന്നിട്ട് മൈൻ ചെയ്ത്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ താഴത്തെ നമ്മുടെ ഒരു ചെറിയ മൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു ടോർച്ച് പ്ലേസ് ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് എൻ്റെ പിക്കാക്സ് എടുത്തിട്ടാണ്. ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ. ഇവിടെ നിന്ന് നമുക്ക് എടുത്തെറിയുന്ന ഇത്രയും മതി. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ അവിടെ മൈൻ ചെയ്തു. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ വേണം.
എന്നിട്ട് ആ ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോണെ നമുക്ക് സ്മെൽറ്റ് ചെയ്ത് സ്റ്റോൺ ആക്കണം. എന്നിട്ട് അതിനെ ബ്രിക്ക് ആക്കണം. കുറച്ച് പണിയുണ്ട് ഗൈസ്. സോ അതെല്ലാം ഒന്ന് ചെയ്യണം. പിന്നെ സവാനെ പോയിട്ട് നമുക്ക് കുറച്ച് ലോഗ് ഒപ്പിക്കണം. ഞാനൊന്ന് മേളിലോട്ട് വരട്ടെ. ഇനിയും ഉള്ള ഇത് വെച്ചിട്ടേ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സ്റ്റിക്ക് വെച്ച് കത്തിക്കണം. സ്റ്റിക്കിന് നമുക്ക് എന്തുണ്ടാക്കാം? അല്ല, സ്റ്റിക്ക് വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം സ്റ്റിക്ക് എടുത്ത് കത്തിക്കാൻ വെച്ചു. എന്നിട്ട് കിട്ടുന്ന ഒരു 5-6 കിട്ടുമോടെ? തോന്നുന്നില്ല. ഇത് ഫുള്ള് കത്തിക്കരിയാനുള്ള കാണുമായിരിക്കും. ഇല്ല, ഉണ്ട് ഉണ്ട് കഴിയണ്ട. ഫുള്ള് കത്തി. 4 എടുത്തു. എന്നിട്ട് ഈ ഒരു ഇങ്ങനല്ല, സ്റ്റിക്ക് മാറ്റി ഇവിടെ ഇത് വെച്ച് ഈ ഒരു സ്റ്റാക്ക് ഇരുന്ന് കത്തട്ടെ. ഓക്കേ, എന്ത് തേർഡ് പേഴ്സൺ GUI. അയ്യോ, ഒരു മിനിറ്റ്. തേർഡ് പേഴ്സൺ GUI. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ വലിയ ഇത് കിട്ടിയില്ല ഗൈസ്. സോ ഇച്ചിരി കൂടെ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video guys. Bye. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.